ഹലോ എവ്രി വൺ. കാര്യം ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് വെറും ഒരു ഡിഗ്രി കൊണ്ട് എന്താവാനാ? നമ്മൾ പലപ്പോഴും കേട്ട് മടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതല്ലേ. ഇനി നമ്മളോട് ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിച്ചാലോ? ഇതേ പറയുന്ന ഈ ഡിഗ്രി കൊണ്ട് തന്നെ മാസത്തിൽ 1,00,000 മുകളിൽ സാലറി ലഭിക്കുന്ന, വളരെ നല്ല പ്രൊമോഷൻ സാധ്യതകളുള്ള, എക്സ്പീരിയൻസ് ഒന്നും വേണ്ടാത്ത, സൊസൈറ്റിയിൽ നല്ല റെസ്പെക്ട് കിട്ടുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? 2026 നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു എക്സാമിനേഷനെ പറ്റിയിട്ടും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറയുന്ന ജോലി എന്ന് പറയുന്നത് ATC ആണ്. അതായത് എയർ ട്രാഫിക് കൺട്രോളിംഗ് ഓഫീസേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന AAIയുടെ, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ATC എക്സാമിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ATC എന്ന് പറയുന്നത്. സോ ഈ എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനാകെ സിംഗിൾ സ്റ്റേറ്റ് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. അതിലും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് പോലും ഇല്ലാത്ത ഒരു ഒറ്റ എക്സാമിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ATC ആകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ജോലി, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, ആർക്കൊക്കെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ഉള്ളത്, എന്തുകൊണ്ട് പലരും ഈ എക്സാമിനെ പറ്റി അറിയുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഒരു ജോലി എന്നതിന്റെ ഒരു ചെറിയ ബ്രീഫ് ഞാൻ നിങ്ങളോട് പറയാം. സോ നമ്മൾ ആകാശത്തിൽ ഒത്തിരി ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഇങ്ങനെ പോകുന്ന ഫ്ലൈറ്റുകൾ ഡെഫിനറ്റ്ലി പറത്തുന്നത് പൈലറ്റ്സ് ആണ്. പക്ഷേ ഈ പൈലറ്റ്സിന് റെസ്പോൺസിബിൾ ആരാണ്, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങോട്ട് പോകണം, ഏത് ലാറ്റിറ്റ്യൂഡിൽ, എത്ര ഡിഗ്രി ഹൈറ്റിലാണ്, എത്ര ഫീറ്റ് ഹൈറ്റിലാണ് പോകേണ്ടത് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ATC അഥവാ എയർ ട്രാഫിക് കൺട്രോളിംഗ് ഓഫീസർ. എയർ ട്രാഫിക് കൺട്രോളേഴ്സ് എന്നും നമ്മളിവിടെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പൈലറ്റ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എയർ ട്രാഫിക് വളരെ സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള റോള് വരുന്ന ജോലിനെയാണ് നമ്മളിവിടെ ATC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഒരു റുട്ടീൻ ജോബ് അല്ല, ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്ന ഒരു ജോബ് അല്ല, വളരെ എലീറ്റ് ആയിട്ടുള്ള, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ജോലി തന്നെയാണ്. സോ കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി തന്നെയാണ്. ഡിഗ്രി ഉള്ള, സാധാരണ നമുക്കറിയാം അല്ലേ, ഇപ്പം ഗവൺമെന്റ് എക്സാംസ് പല ലെവൽസിലുണ്ട്. 10th എലിജിബിലിറ്റിയിലുണ്ട്, 12th എലിജിബിലിറ്റിയിലുണ്ട്, ഡിഗ്രി എലിജിബിലിറ്റിയിലുണ്ട്. അങ്ങനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല ഇത്. BSc ഡിഗ്രി, അതായത് ഫിസിക്സും മാത്സും സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനോ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ATCയുടേത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആകാശത്തിൽ കാണുന്ന ഓരോ ഫ്ലൈറ്റിനും റെസ്പോൺസിബിൾ ആയിരിക്കാൻ നിങ്ങൾക്ക് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന ഒരു ജോലിയാണ് ATCയുടേത്. ഓക്കെ, സോ ലിറ്ററലി നമുക്ക് പറയാം ആകാശത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജോലിയാണ് ATCയുടേത്. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കാലിറ്റീസ് നോക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ജോബാണ് ATCയുടേത്. സോ എയർ ട്രാഫിക് കൺട്രോളിംഗ് ഓഫീസർ, അല്ലെങ്കിൽ നമ്മൾ ATCO അല്ലെങ്കിൽ ATCs ആണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഇവരുടെ ആക്ച്വൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും മാത്രമല്ല, ഓൺ റൂട്ട്, അതായത് ഒരു പ്ലേസിൽ നിന്നും മറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ആ എയർക്രാഫ്റ്റ് പോകുന്ന വഴിക്ക് എത്ര ഹൈറ്റ് കീപ്പ് ചെയ്യണം, രണ്ട് എയർപ്ലെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ മെഷർമെന്റോടുകൂടി ഡിസൈഡ് ചെയ്ത് പൈലറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആക്ച്വലി ഒരു ATCയുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇതൊരു ഗവൺമെന്റ് ജോലിയാണ്. പക്ഷേ മറ്റ് ഗവൺമെന്റ് ജോലികൾ പോലെ അല്ല, അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ജോലിയല്ല ATCയുടേത് എന്ന് പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇതൊരു ക്ലറിക്കൽ ആയിട്ടുള്ള ജോലിയല്ല. നിങ്ങൾ രാവിലെ പോയി വൈകുന്നേരം വരെ ഓഫീസിലിരുന്ന് ഫയൽ നോക്കി ബോറടിച്ച് തിരിച്ചു വരുന്ന ഒരു ജോലിയല്ല. വളരെയധികം എക്സൈറ്റ്മെന്റ് നിറഞ്ഞ, അതായത് ഒരു റുട്ടീൻ ഫിക്സ്ഡ് ടൈമിങ്സ് ആണ്, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ്. പക്ഷെ ആക്ച്വലി നിങ്ങളൊരു ഗെയിം കളിക്കുന്ന പോലെയോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് ATCയുടേത്. ഓക്കെ, സോ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന ഓരോ സെക്കൻഡും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ജോലി ചെയ്ത് കഴിഞ്ഞ് മേ ബി ഒരു 6 hours അല്ലെങ്കിൽ 7 hours ആയിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് ആകെ ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്
ഏറ്റവും ഹൈ ലെവലിൽ തന്നെ ആയിരിക്കും. കാരണം നിങ്ങളുടെ ഡെസിഷൻ വെച്ചിട്ടാണ് ഈ എയർപ്ലെയിൻസ് എല്ലാം മൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഒത്തിരി ഹ്യൂമൻ ലൈഫ്സിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കും. യെസ്, ഇത് ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു ജോലിയാണ്. അതേസമയം നമുക്ക് ഒരുപാട് ജോബ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ജോലി കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലി ആയിരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ വിചാരിക്കുക അല്ലേ, ഒത്തിരി പ്രായം ചെന്ന കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ജോലി പോലെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ഒത്തിരി ബുജി ലുക്കുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ അങ്ങനെ ഒരു ജോലിയേ അല്ല ഇത്. ഇവർക്ക് വേണ്ടത് യങ്സ്റ്റേഴ്സിനെയാണ്. സോ ഡിഗ്രി മാത്രം എലിജിബിലിറ്റി ഉള്ള, അതിൽ ഇത്ര പെർസെൻറ്റേജ് എന്ന് പോലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോലിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനെ അല്ല അവർ റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ എക്സാമിനേഷൻ, ജസ്റ്റ് ഒറ്റ എക്സാമിനേഷനേ ഉള്ളൂ. ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 to 9 months ട്രെയിനിങ് ഉണ്ടാകും. ആ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളെ അവർ റെഡി ആക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അല്ല റിക്രൂട്ട്മെന്റിലൂടെ കണ്ടെത്തുന്നത്. പകരം ഇത് ഫിറ്റ് ആവുന്ന ആൾക്കാർക്ക് നല്ല ട്രെയിനിങ് കൊടുത്ത് അവരെ റെഡി ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ എക്സാമിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ MTech വേണ്ട, PhD വേണ്ട, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ നോഹൗ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ആവശ്യമില്ല. ഒരൊറ്റ എക്സാം മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, ഒരു സിമ്പിൾ ഡിഗ്രിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി കരിയർ ഇവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എൻജിനീയേഴ്സിന് ഇത് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി, അപ്പോൾ BSc ഫിസിക്സും BSc മാത്സും എന്നല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് ഡിഗ്രി ആണോ പഠിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു സെമ്മിൽ നിങ്ങൾ ഫിസിക്സും മാത്സും സബ്ജക്ട്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് മാത്രമാണ് എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഏജ് ആൻഡ് അറ്റംപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ സാധാരണ 27 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളൂ. അത് പക്ഷേ ജനറൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യമാണ് കേട്ടോ. നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 years റിലാക്സേഷൻ, ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. ഇനി നിങ്ങൾ ഒരു SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 5 years ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു ഐറണി ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേര് നിങ്ങൾ പോലും അറിയാതെ ഈ ജോബിന് എലിജിബിൾ ആണ്, നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ ഇതിന് അപ്ലൈ ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, സോ 27 വയസ്സിൽ താഴെ പ്രായമുള്ള ജനറൽ കാറ്റഗറിയിലെ ഒരു ഡിഗ്രി ഹോൾഡറിന്, ഈവൻ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ 2026 നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർച്ച് ഏപ്രിലാണ്. സോ അപ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഫൈനൽ ഇയറിലായിരിക്കും. അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതിൽ യാതൊരു സീനും ഇല്ല. കാരണം കഴിഞ്ഞ റിക്രൂട്ട്മെന്റിൽ ഓൾറെഡി ഫൈനൽ ഇയർ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം, എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജ് ഒരു വോയിസ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോർപ്പറേറ്റ് ജോബിന് പോകുന്ന പോലത്തെ പാനൽ, അത്ര ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ഇന്റർവ്യൂ സ്ട്രെസ് ഇന്റർവ്യൂ ഒന്നുമല്ല. വോയിസ് ടെസ്റ്റിൽ ബേസിക്കലി നിങ്ങളുടെ വോയിസ് എന്ത് മാത്രം, നിങ്ങൾക്ക് എത്ര ഉറക്കം സംസാരിക്കാൻ പറ്റും എന്നത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, നിങ്ങൾ പറയണ ഒരു കാര്യം ക്ലിയർ ആയിട്ട് അടുത്തയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇത് മാത്രമാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ നാട് എവിടെയാണ്, വീട് എവിടെയാണ് തുടങ്ങിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ ചോദിക്കും. അപ്പോൾ ഇതിന് ശേഷം ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങളുടെ ആക്ച്വൽ പോസ്റ്റിംഗ് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് നമ്മുടെ ഫസ്റ്റ് എക്സാമിനേഷൻ തന്നെയാണ്. ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം 98% നിങ്ങൾക്ക് ഷുവർ ആയിരിക്കാം ഈ ATC ജോബിലേക്ക് നിങ്ങൾ സെലക്റ്റഡ് ആയെന്ന്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് നിങ്ങൾ സ്റ്റാമറിങ് ഇങ്ങനെ പറയുന്നത് വിക്കി പോവുകയോ നിങ്ങൾ പറയണത് ഒട്ടും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടില്ല. അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിലുള്ള ഏതൊരാൾക്കും, അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണിത്. പിന്നെ ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷ് കാര്യം പറയുന്നുണ്ട്. ഇതും പല കുട്ടികൾക്കും ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇംഗ്ലീഷ് ഭയങ്കര ഹൈലി പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഇംഗ്ലീഷ് ഹൈലി പ്രൊഫിഷ്യൻസി നിങ്ങൾക്ക് ഉണ്ടായതും കൊണ്ട് ഈ ജോലിയിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് പൈലറ്റ്സിനോടാണ്. നിങ്ങൾ അവിടെ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസോ അല്ലെങ്കിൽ അവിടെ നിങ്ങളുടേതായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും അല്ല പറയാൻ പോകുന്നത്. ബേസിക്കലി
ഒരുപാട് പ്രീ റിട്ടൺ ആയിട്ടുള്ള ടേമുകളുണ്ട്. ക്ലിയർ ടു ലാൻഡ്, മെയ്ഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ ടേംസ് ഓൾറെഡി എഴുതിയിരിക്കുന്ന, ഓൾറെഡി റൂൾസിൽ വന്നിരിക്കുന്ന സ്പെസിഫിക് ടേംസ് ആണ് നിങ്ങൾ പൈലറ്റ്സിനോട് സംസാരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അത്ര വലിയ പ്രശ്നമൊന്നും അല്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ 10th-ലോ 12th-ലോ നിങ്ങൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച് പാസ്സായിട്ടുണ്ടാവണം. സോ നമുക്കറിയാം കേരളത്തിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും 10th-ലും 12th-ലും ഇംഗ്ലീഷ് എന്തായാലും നമ്മുടെ സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് വിഷയമുള്ള കാര്യമേ അല്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏജ് ആൻഡ് അറ്റംപ്റ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ സ്റ്റാർട്ടിങ് സാലറി പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിൽ ഇത്ര ഹൈ പാക്കേജസ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ജോലികൾ വളരെ കുറവാണ്. അതും ജസ്റ്റ് ഡിഗ്രി ബേസ്ഡ് ആയിട്ട് വരുന്ന ജോലികൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ നോർമലി നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം ചിലപ്പോൾ PG ചെയ്യുമായിരിക്കും. അത് കഴിഞ്ഞ് അത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീണ്ടും എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ചെയ്യുമായിരിക്കും. 6 months 7 months ഒക്കെയുള്ള കോഴ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സാലറിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 to 4 years എടുക്കും. ആ സാലറിയാണ് വിത്ത് ജസ്റ്റ് എ ഡിഗ്രി നിങ്ങൾക്ക് ഈ ജോബിലൂടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബേസിക് പേ നമ്മൾ പറയുകയാണെങ്കിൽ 40,000 rupees ആണ്. ഇത് 7th പേ കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്ന ബേസിക് പേ ആണ്. സോ 8th പേ കമ്മീഷൻ 2026 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ബേസിക് പേ വീണ്ടും കൂടി വരും. അതിനുശേഷം നമ്മുടെ HRA 27, അത് ആക്ച്വലി 30% ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 50% മുകളിലാണ് ഇപ്പോൾ നമ്മുടെ DRS അലവൻസ് വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ ജോലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണെങ്കിലും ഇത് PSU സപ്പോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് PSU അലവൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകും. അതുകൂടാതെ നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ് 1 year ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടും. ആ റേറ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ട്രാ അലവൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ഇത്തിരി സ്ട്രെസ് എടുക്കുന്ന ജോലി ആയത് കാരണം സ്ട്രെസ് അലവൻസ് എന്ന് പറഞ്ഞ് വേറെ അലവൻസ് ഉണ്ട്. എല്ലാ മാസവും അപ് ടു 5,000 rupees സംതിങ് നിങ്ങൾക്ക് മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടും. അത് 3 months കൂടുമ്പോൾ 15,000 ആയിട്ടാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ പെർ മന്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5,000 rupees-ന്റെ അടുത്ത് മെഡിക്കൽ അലവൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ് അപ്പോൾ ഈ ബാക്കി പറയുന്ന ഈ പെർക്സ് ആൻഡ് അലവൻസുകളൊന്നും DA നിങ്ങൾക്ക് കിട്ടും. പക്ഷേ റേറ്റിംഗ് അലവൻസും സ്ട്രെസ് അലവൻസ് ഒന്നും ട്രെയിനിങ്ങിന്റെ സമയത്ത് കിട്ടില്ല. ട്രെയിനിങ്ങിന്റെ സമയത്ത് നിങ്ങളുടെ ബേസിക് പേയും പിന്നെ നിങ്ങളുടെ DRS അലവൻസും HRA ഓൾറെഡി കൊടുക്കേണ്ട, കാരണം നിങ്ങൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും താമസിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ട്രെയിനിങ്ങിന്റെ സമയത്ത് കിട്ടും. ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 1 year ഒക്കെ ആകുമ്പോഴേക്കും 1 lakh above നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറി പോകും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ 2026 നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏപ്രിലിൽ അല്ലെങ്കിൽ മാർച്ച് ഏപ്രിലിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. അതിനുശേഷം എക്സാം നടക്കുന്നു. ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ വളരെ ഫാസ്റ്റ് ആണ്. സോ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നിങ്ങൾ ആക്ച്വലി റിസൾട്ട് വന്ന് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആവുന്നു. നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ആവുമ്പോഴേക്കും നിങ്ങൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടി, അതായത് മാസം ഇത്ര ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ നിങ്ങൾ റെഡി ആവുന്നു. ഈ ഒരു കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് സൂപ്പർ ആയിരിക്കും അല്ലേ അത്? സോ ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ എക്സാമിനെ പറ്റി അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റി നോക്കാം. ഏറ്റവും ബെസ്റ്റ് പാർട്ട് എക്സാം പാറ്റേണിൻ്റെ എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു എക്സാമിനേഷൻ ആണ് ATC JEE എക്സാമിനേഷൻ. അതായത് നമുക്കിവിടെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ചോദ്യത്തിന് 4 ആൻസർ ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ 120 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കണ്ണുമടച്ച് സോൾവ് ചെയ്യാം. ബിക്കോസ് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുക? എക്സാമിന് പോകുമ്പോൾ ഒട്ടുമിക്ക ഒരു 90% ഗവൺമെന്റ് എക്സാംസിനും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ആൻസർ അറിയാമെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ? സോ നമ്മൾ എഴുതി തെറ്റിപ്പോയാലോ എന്ന് പേടിച്ച് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല ഇത്. 100% നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അതിന് നിങ്ങൾ ആൻസർ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടില്ല. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനേഷന്റെ സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ, അങ്ങനെ യാതൊരു തലവേദനയും ഈ എക്സാമിനില്ല. വീണ്ടും ഒത്തിരി വർഷങ്ങളിലേക്കുള്ള അൺസർട്ടനിറ്റി, അതായത് ചില കേസസ് നിങ്ങൾക്ക് അറിയാം, ഒരു ലിസ്റ്റ് വരും, അത് ചിലപ്പോൾ ക്യാൻസൽ ആയി പോകും. ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സാമേ ക്യാൻസൽ ആയി പോകും. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. ഇനി വീണ്ടും ഒരുപാട് ഇന്റർവ്യൂ റൗണ്ടുകളും ഇല്ല. എക്സാമിനേഷൻ സിംഗിൾ സ്റ്റേജ് ആണ്.
സിംഗിൾ സ്റ്റേജ് റിട്ടൺ എക്സാമിനേഷൻ മാത്രമേ ഇതിലുള്ളൂ. അതിനുശേഷം വരുന്ന വോയിസ് ടെസ്റ്റ് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഒരു മാഗസിനോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഒരു പാരഗ്രാഫ് തരും ഇംഗ്ലീഷിൽ. അത് നിങ്ങൾ നല്ല ഉറക്കെ വ്യക്തമായിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വായിക്കണം. ഇത് മാത്രമാണ് അവിടെയുള്ള കണ്ടീഷൻ. ഓക്കെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം അളക്കുന്ന ടെസ്റ്റ് അല്ല വോയിസ് ടെസ്റ്റ്. നിങ്ങളുടെ ശബ്ദം, അതിന്റെ ആംപ്ലിറ്റ്യൂഡ്, നിങ്ങൾ പറയുന്നത് ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ, ഇത് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ വോയിസ് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് വേറെ ആക്സെന്റ് ഒന്നും കൊണ്ടുവന്ന് കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. നിങ്ങളുടെ നോർമൽ ആക്സെന്റിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി. അതിൽ വേറെ ആക്സെന്റ് കൊണ്ടുവന്ന് നമ്മൾ ചിലപ്പം ഒന്ന് സ്റ്റൈൽ ആക്കാൻ നോക്കും അല്ലെ, അങ്ങനെ കൊണ്ടുവന്ന് മറ്റൊരാൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ നോർമൽ ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിച്ചാൽ മതി. നിങ്ങൾ ഒരു തവണ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻ. നിങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ഇനി തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരില്ല. ഓക്കെ, ഇനി നമ്മുടെ സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിലോ, എക്സാമിന്റെ സിലബസ് ആക്ച്വലി മാനേജബിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ടെക്നിക്കൽ റോളിലേക്ക് വരുന്ന എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്തായിരിക്കും, എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ട് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പക്ഷേ എഞ്ചിനീയറിംഗിൽ പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിഗ്രി BSc ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഭയങ്കര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇതൊന്നുമല്ല. ഈ എഞ്ചിനീയറിംഗിന് പഠിച്ചവരിൽ പലരും നിങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും അല്ലെ, IIT JEE ഒക്കെ നിങ്ങൾ പ്രിപ്പറേഷന് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ലെവലിലാണ് വരുന്നത്, 11th 12th ലെവൽ. എന്നാൽ അത്ര പോലും ഹയർ ലെവൽ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാമിൽ വരിക. എന്ന് വെച്ചാൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ പഠിച്ചിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെയും ബേസ്ഡ് ആക്കി ഇവിടെ ചോദ്യങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ 11th 12th പഠിച്ച ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക്സ് ഒക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ള 11th and 12th പ്യോർലി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 പാർട്സ് ഉണ്ട്. സോ അതിൽ ഒന്ന് ജനറൽ പേപ്പർ ആണ്. എല്ലാ ഗവൺമെന്റ് എക്സാമിലും ഉള്ള പോലെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആദ്യത്തെ പാർട്ടിൽ 60 മാർക്കിനുണ്ട്. അതിനുശേഷം വരുന്ന 60 മാർക്കിൽ നിങ്ങൾക്ക് ഫിസിക്സും മാത്തമാറ്റിക്സും വരുന്നുണ്ട്. അത് ഡിഗ്രി ലെവൽ അല്ല, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അത് ജസ്റ്റ് 11th and 12th ലെവൽ എക്സാം ആണ്. ഓക്കെ, സോ ആ 11th 12th നിങ്ങൾ പഠിച്ച സബ്ജക്ട്സിൽ നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അതിൽ ആ ലെവലിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. സോ ടോട്ടൽ 60 + 60 നിങ്ങൾക്ക് ടോട്ടൽ എക്സാമിനേഷൻ വരുന്നത് 120 മാർക്സിലാണ്. അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ഇവിടെ ഹൈ ആയിരിക്കും. സോ സാധാരണ 120 എക്സാമിലൊക്കെ മാർക്കുള്ള ഒരു എക്സാമിൽ നമുക്ക് 90+ ഒക്കെ ചിലപ്പോൾ മാക്സിമം കട്ട് ഓഫ് വരാറുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന എല്ലാവർക്കും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല അല്ലെ. സോ അതുകൊണ്ട് എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അവിടെ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കട്ട് ഓഫ് വരുന്നത് എന്തായാലും 100+ ആയിരിക്കും. 100ൽ താഴെ പോവേയില്ല. ലാസ്റ്റ് ഇയർ ഒക്കെ 105 സംതിങ് പ്ലസ് ആയിരുന്നു കട്ട് ഓഫ് വന്നത്. സോ കട്ട് ഓഫ് എന്തായാലും താഴാൻ പോകുന്നില്ല. ഓക്കെ, ഇതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്കുള്ള ഒരു ഹിഡൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്, അധികം ആൾക്കാർക്കൊന്നും ഈ എക്സാമിനെ പറ്റി വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ ഈ സമയത്തായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇതിനെപ്പറ്റി കേട്ടത് ഇപ്പോഴാണ്. നിങ്ങൾക്ക് മേ ബി ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞു 2-3 ഇയേഴ്സ് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 25 ഇയേഴ്സ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 5 ഇയേഴ്സ് നിങ്ങൾ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യാതെ തന്നെ വേസ്റ്റ് ആയി പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തുമാത്രം, അതായത് 5 ടൈംസ് ഈ എക്സാം എഴുതേണ്ട ചാൻസ് നമ്മൾ മിസ്സാക്കി കളഞ്ഞു. ഓക്കെ, സോ ആദ്യം തന്നെ പകുതി ആൾക്കാർക്കാണ് ഇതിനെപ്പറ്റി അറിയുള്ളൂ. പിന്നെ ഇത് എന്ത് എക്സാം ആണ് എന്ന് ജസ്റ്റ് അറിയുന്നവർക്ക് പോലും ഇതൊരു ടെക്നിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാം അല്ല. അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് എന്നുള്ള കാര്യവും അധികം പേർക്കും അറിയില്ല. ഓക്കെ, ഒന്നുകിൽ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ എക്സാമും കഴിഞ്ഞ് അവരുടെ എലിജിബിലിറ്റിയും കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ എക്സാമിനെ പറ്റിയിട്ട് കേൾക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താതിരിക്കുക. സോ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇപ്പൊ തന്നെ ഈ എക്സാമിന് പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, പലപ്പോഴും ഈ എക്സാമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്, നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഈ ജോലിയുടെ പ്രത്യേകത എന്താ, നിങ്ങൾ ഒരു കമാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച്
എത്രയോ ആൾക്കാരുടെ ജീവൻ ആണ് അവിടെ റിസ്കിൽ വരുന്നത് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജോലിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാതിരിക്കാൻ ഇവരുടെ റെസ്പോൺസിബിൾ അതോറിറ്റീസ്, അതായത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇവർ സമ്മതിക്കുമോ? അത് ലോജിക്കലാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളെക്കാൾ വലിയ ആവശ്യമാണ് ഈ ഗവൺമെന്റിൻ്റെത്. സോ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ഇനഫ് റെസ്റ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് സിസ്റ്റമാണ് ഈ ജോലിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് റൊട്ടേഷണൽ ഷിഫ്റ്റുകളാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കില്ല. ചിലപ്പം മേ ബി വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ 2 weeks ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അതിന് പേയ്മെന്റ് വേറെ ആണ് വരുന്നത് കേട്ടോ. അത് എക്സ്ട്രാ കാര്യമാണ്. എക്സ്ട്രാ ഡ്യൂട്ടിക്കും എക്സ്ട്രാ ഡ്യൂട്ടി അല്ല, നൈറ്റ് ഡ്യൂട്ടിക്കും വേറെ ഷിഫ്റ്റിനും ഒക്കെ വേറെ വേറെ പേയ്മെന്റ് എക്സ്ട്രാ വരുന്നുണ്ട്. സോ അപ്പോൾ സയന്റിഫിക്കലി പ്രൊവൈഡഡ് ആയിട്ടുള്ള മെത്തേഡ്സിലൂടെ നിങ്ങൾക്ക് ക്ഷീണം വരുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന രീതികൾ മാത്രമാണ് ഇവിടെ ഈ ATCകൾ ഫോളോ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഒരു കോർപ്പറേറ്റ് ജോബിൽ ചിലപ്പോൾ 9 hours ആണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ 10 to 12 hours ഒക്കെ നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അതുപോലെയൊന്നുമല്ല. ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഡ്യൂട്ടി അവേഴ്സ് ഉണ്ട്. ഒരു ഫിക്സ്ഡ് ടൈം ബേസിസിലാണ് പോകുന്നത്. സോ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഷെഡ്യൂളാണ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോർമലി ഒരു ഷിഫ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1:30 to 7:30, അതായത് ഇപ്പം ഉച്ചയ്ക്ക് 1:30 തൊട്ട് വൈകിട്ട് 7:30 വരെ. അപ്പൊ തന്നെ അവിടേക്ക് വരുന്നത് ആകെ 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂറിൽ സ്ട്രെയിറ്റ് 6 മണിക്കൂർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ഇവിടെ റഡാറിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റംസിന്റെ മുമ്പിൽ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഏവിയേഷന്റെ റൂൾസ് പ്രകാരം തന്നെ ഓരോ 2 hours കൂടുമ്പോൾ അല്ലെങ്കിൽ 1 hour 45 minutes കൂടുമ്പോഴേക്കും 30 minute ബ്രേക്ക് എടുക്കണം എന്നുള്ള കാര്യം മാൻഡേറ്ററി ആണ്. ഓക്കെ, നിങ്ങൾ വിചാരിച്ച പോലും നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റില്ല. സോ ഡെഫിനറ്റ്ലി എല്ലാ 2 hours കൂടുമ്പോഴും നിങ്ങൾ ആ ബ്രേക്ക് മാൻഡേറ്ററി ആയിട്ട് എടുത്തിരിക്കണം. കാരണം അത്രയും നിങ്ങളുടെ ബുദ്ധി ആവശ്യമായിട്ടുള്ള അല്ലെ, അതായത് നിങ്ങളുടെ മെന്റൽ എബിലിറ്റി റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. സോ അത്രയും ആസ്കിങ് ആയിട്ടുള്ള ഒരു ജോലിയിൽ നമുക്ക് ഒത്തിരി നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾ ബ്രേക്ക് എടുക്കണം, നിങ്ങളുടെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ജിം ഒക്കെ അല്ലെങ്കിൽ റിഫ്രഷ്മെന്റ് ഏരിയാസും റിക്രിയേഷണൽ റൂംസും ഒക്കെ ആ ഫെസിലിറ്റിയിൽ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, സോ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ആ സമയം കഴിഞ്ഞതിന് ശേഷം, ആ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 100% ഫ്രീ ആണ്. ആരും നിങ്ങളോട് ചോദിക്കില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ പോയിട്ടുണ്ടായിരുന്നു, ആ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തോ, ഈ മെയിൽ സെൻഡ് ചെയ്തോ എന്നൊന്നും ആരും നിങ്ങളോട് ചോദിക്കില്ല. ഇതൊരു ക്ലറിക്കൽ ജോലി അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിന് ശേഷം ധൈര്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. നിങ്ങൾ ഒന്നിനും റെസ്പോൺസിബിൾ അല്ല. അതിനുശേഷം നിങ്ങളുടെ അടുത്ത ഷിഫ്റ്റ് വരുമ്പോൾ മാത്രം തിരിച്ച് ഈ ക്യാബിനിലേക്ക് വന്നാൽ മതിയായിരിക്കും, ടവറിലേക്ക് വന്നാൽ മതിയായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി വീണ്ടും ഞാൻ ഷിഫ്റ്റിന്റെ ടൈമിങ്ങും കൂടെ വെക്കുന്നുണ്ട്. അതിലൊരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് മോർണിംഗ് ഷിഫ്റ്റ് ആണ്. രാവിലെ 7 മുതൽ വൈകിട്ട് ഉച്ചയ്ക്ക് 1:30 വരെ. ആകെ 6 hours ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ വീട്ടിൽ പോവാം. ഓക്കെ, ഇനി ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 1:30 മുതൽ രാത്രി 7:30 വരെയാണ്. അതും 6 hours ആണ്. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഇനി നൈറ്റ് ഷിഫ്റ്റ് 7:30 PM to 7:30 AM. അപ്പോൾ ഇത് മാത്രം 12 hours അല്ലേ? അപ്പോൾ 12 മണിക്കൂർ നിങ്ങൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ഇതിനകത്ത് ബാക്കി 6 മണിക്കൂർ ഉള്ളപ്പം ഇത് 12 മണിക്കൂർ ആവുന്നതിന്റെ റീസൺ തന്നെ എന്തായിരിക്കും? അവിടെ പകുതി സമയമേ നിങ്ങൾ ജോലി ചെയ്യൂ, ബാക്കി സമയം നിങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കുകയായിരിക്കും. സോ 7:30 PM to 7:30 AM സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ പോലെ മറ്റ് ഓഫീസേഴ്സും അവിടെ ഉണ്ടാകും. ഇതൊരു ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും, റൊട്ടേഷണൽ ബേസിസിലായിരിക്കും പോകുന്നത്. സോ മിക്കവാറും ഓരോ 4 hours കൂടുമ്പോഴേക്കും ഈ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നതിന് ശേഷം അടുത്ത ആ ഇന്റർവെല്ലിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഷിഫ്റ്റ് കഴിഞ്ഞോ, നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ കഴിഞ്ഞോ, നിങ്ങൾക്ക് നേരെ വീട്ടിലേക്കോ എവിടെയാന്ന് വെച്ചാൽ പോവാം. ആരും നിങ്ങളോട് ചോദിക്കാൻ വരില്ല. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് ഷിഫ്റ്റ് ടൈമിങ്ങിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഇനി വീണ്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രെസ്ഫുൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, സ്ട്രെസ്ഫുൾ ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിൽ നിങ്ങൾ അൺട്രെയിൻഡ് അല്ല. കാരണം നിങ്ങൾക്ക് വേൾഡ് ക്ലാസ് ട്രെയിനിങ് ആണ് ഈ 6 to 9 months നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത ഡൗട്ട്, അയ്യോ ട്രെയിനിങ്ങിന്റെ എക്സാം പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? പേടിക്കേണ്ട, നിങ്ങൾ പാസ്സാവും. അതിൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് പോസിബിൾ ആണ്. വീക്ക്ലി നിങ്ങൾക്ക് ഇവാലുവേഷൻസ് വരുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. വീക്ക്ലി വാലുവേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ ട്രെയിനിങ് പാസ് ആവുന്നത് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അതിനുശേഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല ജോലി ചെയ്യുന്നത്, ഒരു വലിയ ടീം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാകും. പിന്നെ ഒത്തിരി ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ അപ്പോൾ നിങ്ങൾ ഇത് സ്വന്തം ട്രിഗ്നോമെട്രി ഒക്കെ വെച്ച് കണ്ടുപിടിച്ച് ആംഗിൾ കണ്ടുപിടിച്ച് അങ്ങനെയല്ല നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇതിനൊക്കെ നല്ല സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റംസിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ ഇനി നമുക്ക് സാലറി മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ അപ്ഗ്രേഡഡ് ആകും. സോ ഡെഫിനറ്റ്ലി പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം, ഓക്കെ ഇന്ന ദിവസം എനിക്ക് ഈ ഷിഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇത്ര അവേഴ്സ് നിങ്ങൾ ഫ്രീ ആവുമെന്ന് അറിയാം. സോ നിങ്ങളുടെ വർക്ക് ലൈഫിനെയും പേഴ്സണൽ ലൈഫിലും തമ്മിൽ നല്ലൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഹോബീസും ഫാമിലി ടൈമും ഒക്കെ ഫോളോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻ ആവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയർലൈൻ നിങ്ങളിലാണ് അവരുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പൈലറ്റ്സ് നിങ്ങൾ പറയുന്നതാണ് കേൾക്കുക. പൈലറ്റിന്റെ സ്വന്തം ജഡ്ജ്മെന്റ് അല്ല, നിങ്ങൾ എന്താണോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി അതാണ് പൈലറ്റ്സ് ഒബേ ചെയ്യാനായിട്ട് പോകുന്നത്. ഈവൻ പാസഞ്ചേഴ്സ് നിങ്ങളുടെ ജഡ്ജ്മെന്റിലാണ് അവരുടെ ലൈഫും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി കരിയർ ഗ്രോത്ത് വളരെയധികം നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിൽ കോർപ്പറേറ്റ്സ് പോലെയല്ല, നിങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടല്ല, ടൈംലി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടും. ഇനി സീനിയർ ATC റോൾസിലേക്ക് പോകാം. ATCകളുടെ ട്രെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ ട്രെയിനേഴ്സ് ആയിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. സോ ആർക്കൊക്കെ ഈ ഒരു എക്സാമിനേഷൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ജസ്റ്റ് നിങ്ങൾ നോക്കുക. BSc ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസോ ഗ്രാജുവേറ്റ്സോ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. നല്ല പേയ്മെന്റും നല്ല റെസ്പെക്റ്റും അതുപോലെ തന്നെ നല്ല ഒരു കരിയർ പാത്തും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാണ്. ഈ മൊമെന്റിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇതിനെപ്പറ്റി നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേക്കും ATCയുടെ സെലക്ടഡ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു മൊമെന്റ് അല്ലെ? നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും അറിയാതെ മാറുന്നതായിരിക്കും. സോ നിങ്ങൾ ഇപ്പൊ തന്നെ വിശ്വസിക്കുക, യു ആർ ഓൾറെഡി സെലക്ടഡ്. കാരണം ഇതിന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന മൊമെന്റിൽ നിങ്ങളുടെ സെലക്ഷനിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പും ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാമിനേഷൻ ആണ്. 1 ടൈം സെലക്ഷൻ, അതായത് ഒറ്റ സിംഗിൾ സ്റ്റേജ് സെലക്ഷൻ മാത്രമേ ഉള്ളൂ. വളരെ ഹൈ സാലറി ആണ് വരുന്നത്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോലിയാണ്. ജസ്റ്റ് ഡിഗ്രി മാത്രമാണ് എലിജിബിലിറ്റിയിൽ വരുന്നത്. ഇത്രയും കോമ്പിനേഷൻ വരുന്ന എക്സാമിനേഷൻസ് വളരെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ ഈ എക്സാമിന് ഒറ്റയ്ക്കല്ല, എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ഈ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും യാതൊരു പ്രശ്നവുമില്ല. ഏറ്റവും ബേസിക് ലെവൽ മുതൽ നമ്മുടെ സിലബസ് കവറേജ് വരുന്ന രീതിയിലുള്ള എല്ലാ ക്ലാസ്സസും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഗോൾഡ് ബാച്ചസ് ഉണ്ട്. സോ അതിൽ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള മെന്റേഴ്സ് ആയിരിക്കും. മേ ബി നിങ്ങൾ കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആകുമ്പോൾ നിങ്ങളെ ഒന്ന് ഉഷാറാക്കാൻ, മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ കൂടെയുള്ള മെന്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം. ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, അധികവും ഈവനിങ് ക്ലാസ്സസ് ആണ് വരുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സാം പോലെ തന്നെ അതേ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റുകളിൽ വരുന്നത്. സോ ആ മോക്ക് ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് അറിയാം. അതിനുവേണ്ടി നമുക്കൊരു AI പ്രോഗ്രസ് ട്രാക്കർ വരെ അവൈലബിൾ ആണ്. നമ്മുടെ മെന്റേഴ്സിന്റെ എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കും. വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ടാകും, റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അങ്ങനെ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഈ സെലക്ഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള എല്ലാ കാര്യങ്ങളും എൻട്രിയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മളെ കോൾ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും രീതിയിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളെ പറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അത് കോമെന്റിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.